കേന്ദ്രം ഭരിക്കുന്നവരാണെങ്കിൽ ഇടതുപക്ഷ ബദലിനെ വലിയ തലവേദനയായി കാണുകയാണ്. അതുകൊണ്ട് വൈരനിരാധന ബുദ്ധിയോടുകൂടി കേരളത്തോട് സമീപിക്കുന്നു. 10ാം ധനകാര്യ കമ്മീഷൻ 3.89% കേരളത്തിന് നൽകിയത് പകുതിയായി കുറച്ച് 1.92%. GST നഷ്ടപരിഹാരം നിർത്തിയതിലൂടെ 12,000 കോടി കേരളത്തിൽ ലഭ്യമാകേണ്ടത് ലഭിക്കാതെ പോയി. റവന്യൂ കമ്മി ഗ്രാന്റിലെ കേന്ദ്ര സർക്കാർ വരുത്തിയ കുറവ് കാരണം 8,400 കോടി രൂപ കേരളത്തിൽ ലഭിക്കേണ്ടത് ലഭിക്കാതെ പോയി. വായ്പാ അനുമതി നിഷേധിച്ചത് മൂലം 19,600 കോടി രൂപ കേരളത്തിന് കേന്ദ്രം കേരളത്തിന്റെ അവകാശമായി നൽകേണ്ട തുക നൽകിയില്ല. അങ്ങനെ 57,000 കോടി രൂപയാണ് ഒറ്റയടിക്ക് വെട്ടിക്കുറച്ചത്. ഇപ്പോ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു അദൃശ്യ മുന്നണി കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ആ അദൃശ്യ മുന്നണിയിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റുണ്ട്. ആ അദൃശ്യ മുന്നണിയിൽ BJPയിൽ നിന്നുള്ള ഒരു മലയാളിയായ കേന്ദ്രമന്ത്രിയുണ്ട്. ആ അദൃശ്യ മുന്നണിയിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവുണ്ട്. ആ അദൃശ്യ മുന്നണിയിൽ കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റുണ്ട്. ആ അദൃശ്യ മുന്നണിയിൽ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ചില മാന്യന്മാരുണ്ട്. ആ അദൃശ്യ മുന്നണിയിൽ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന കനകോലുണ്ട്. അങ്ങനെ ഒരു അദൃശ്യ മുന്നണി പ്രവർത്തിക്കുന്നു. KPCC പ്രസിഡന്റ് പറയുന്നു ഈ സർക്കാരിനെ വലിച്ചു താഴെയിടും. BJP സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു ഈ സർക്കാരിനെ പിരിച്ചുവിടും. അവരോട് വളരെ വിനയത്തോടുകൂടി ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1959 അല്ല 2021 കാലം മാറി, കേരളവും മാറി. ഇടതുപക്ഷത്തേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ കടന്നു വരുന്ന കേരളമായി ഇന്നത്തെ കേരളം മാറി. അതാണ് പ്രത്യേകത. അത് അവര് മറന്നുപോയോന്നറിയില്ല. എന്തൊക്കെയാ നാട്ടിൽ കാട്ടിക്കൂട്ടുന്നത്? ഞാൻ ഓരോന്നോരോന്ന് എടുത്തു പറയേണ്ടതില്ല. എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? നവകേരള സദസ്സിനോടുള്ള സമീപനം നോക്കണം നിങ്ങൾ. വല്ലാത്തൊരു സമീപനല്ലേ? ഇവിടെ മന്ത്രി ചൂണ്ടിക്കാട്ടിയില്ലേ? ആദ്യം പച്ചക്കള്ളം, ഇപ്പതാ അധികം വൈകാതെ വരാൻ വേണ്ടി പോകുന്ന ബസ്സിനെ കുറിച്ച് പച്ചക്കള്ളം, പിന്നെ ബഹിഷ്കരണം, പിന്നെ ചീമുട്ടയേറ്, പിന്നെ ഷൂസേറായി. KPCC യോഗം തെറ്റിദ്ധരിച്ചിട്ട് ഉജ്ജാതി സമരമൊക്കെ പ്രഖ്യാപിക്കുന്നത്. അതിന്റെ ഉള്ളിൽ ചിലപ്പോൾ ഇങ്ങനെ ചെരുപ്പേറ് ഷൂസേറൊക്കെ നടക്കും. അതുപോലെ ഷൂസേറ് സമരം എല്ലാം ഒറ്റപ്പെട്ടു. ഇത് നടത്തിയ പ്രതിപക്ഷ നേതാവും ചില കോൺഗ്രസ് നേതാക്കന്മാരും ജനങ്ങളിൽ ഒറ്റപ്പെട്ടു എന്ന് കണ്ടപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ പലരും ഇതിനെ തള്ളിപ്പറഞ്ഞു. UDFിലെ പല കക്ഷി നേതാക്കന്മാർ തള്ളിപ്പറഞ്ഞു. പകരം എന്നാൽ ഒരു സദസ്സ് നടത്താം. സദസ്സിന്റെ പേര് ഞാൻ മറന്നു. എന്തൊരു പേരുണ്ടായിരുന്നല്ലോ UDF കേരളത്തിൽ നടത്തുന്ന ഒരു സദസ്സ്, പേര് ഞാൻ മറന്നു. എന്തെങ്കിലും ഒരു സദസ്സ് എനിക്കറിയില്ല. നമ്മളെപ്പോലെ UDF പ്രവർത്തിക്കുന്നവർക്കും അതിന്റെ പേര് അറിയില്ല. അതിൽ പങ്കെടുക്കുന്നവരുടെ പങ്കാളിത്തം 100 കസേരയിൽ ആളിരുത്താൻ പറ്റുന്നുണ്ടോ? ഇതിന് ബദലായി അല്ലെങ്കിൽ ഇതിനെതിരെ ആളുകളെ സംഘടിപ്പിച്ച് ഇതേ നിയോജക മണ്ഡലത്തിൽ ഒരു സദസ്സ് സംഘടിപ്പിക്കാൻ ഒരു 100 ആളെ കിട്ടിയോ? എന്താ ഒരു 100 ആളെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള പാർട്ടിയാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഒരു 100 ആളെ സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള മുന്നണിയാണോ UDF? എന്നാൽ ആളുകൾ വരുന്നില്ല. UDFന് വോട്ട് ചെയ്തിരുന്ന, UDFിൽ പ്രവർത്തിച്ചിരുന്ന മനുഷ്യർ പറയുന്നു നവകേരള സദസ്സിനോട് എടുക്കുന്ന സമീപനം തെറ്റാണ്. ഇത് കേരളത്തിൽ 100% വരുന്ന ജനങ്ങളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടും 41 പ്രതിപക്ഷ MLA മാർ അതിൽ പങ്കെടുക്കേണ്ട എന്നുള്ള തീരുമാനം ഏകപക്ഷീയമായി പ്രതിപക്ഷ നേതാവ് എടുത്തത് ശരിയല്ല. ഈ നിലപാടാണ് UDFിലെ താഴെത്തട്ടിലുള്ളവർ ഒരുപോലെ പറഞ്ഞത്. കേന്ദ്ര സർക്കാരിനോട് ഒരു സമരം ഇവിടെ നടത്താൻ പറ്റാത്ത UDF വികസന പ്രവർത്തനത്തെ പിന്തുണക്കുന്നുണ്ട്. ഒറ്റൊരു വികസന പ്രവർത്തനം ഞാനിവിടെ ചൂണ്ടിക്കാട്ടാം. ദേശീയപാത വികസനം മലയാളിയുടെ ചിരകാല സ്വപ്നം. 2011 മുതൽ 2016 വരെ കേരളം ഭരിച്ച UDF സർക്കാരിന്റെ ഭരണകാലത്ത് സഹകരണം സംസ്ഥാന സർക്കാരിന്റേത് ഇല്ല എന്ന് പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവൃത്തി നിർത്തി, ഓഫീസ് പൂട്ടിപ്പോയി. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 6 മീറ്റർ 45 മീറ്റർ 6 വരി റോഡ്. തടസ്സമെന്ത്? ഭൂമി ഏറ്റെടുക്കലാണ്. കേന്ദ്ര സർക്കാർ പറഞ്ഞു കൂടുതൽ പണം ഭൂമി ഏറ്റെടുക്കൽ നൽകാനാകില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു ഇത് ഞങ്ങൾ നടപ്പിലാക്കും, ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കണം, അതുകൊണ്ട് ഭൂമി ഏറ്റെടുക്കലിന്റെ 25% സംസ്ഥാന സർക്കാർ നൽകാം. 5,600 കോടി രൂപ നൽകി. 2021 ഈ ഗവൺമെന്റ് വന്നു. എല്ലാ മാസവും വിവിധ സ്ട്രെച്ചുകളുടെ യോഗം പൊതുമരാമത്ത് വകുപ്പ് നടത്തി. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി തന്നെ ഇടയ്ക്കിടെ യോഗം നടത്തി. പ്രിയപ്പെട്ടവരെ,
മലയാളിയുടെ ചിരകാല സ്വപ്നം, ജനസാന്ദ്രത ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള, വാഹനപ്പെരുപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള കേരളത്തിന്റെ മക്കളുടെ സ്ഥിരകാല ആഗ്രഹം, അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു 6 വരി 45 മീറ്റർ റോഡ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മലയാളിയുടെ ചിരകാല സ്വപ്നമായ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 45 മീറ്റർ 6 വരി NH-66 പ്രവൃത്തി 2025 പൂർത്തീകരിക്കാനാകും എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.